ആര്യങ്കാവ് പഞ്ചായത്തിലെ ഇടപ്പാളയംപാട്ടിലെ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പിനെതിരെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ അന്യസംസ്ഥാനത്തു നിന്നും വരുന്ന ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മളുടെ വീടിൻ്റെ മുമ്പിൽ ഇരുന്ന് മദ്യപിക്കുകയും വീടിനോട് ചേർന്ന് ഛർദ്ദിച്ച് വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. അതിന് നേരെ നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞു നോക്കി. ഇതിവിടെ നിന്നും മാറ്റി സ്ഥാപിക്കാനെന്ന് എൻ്റെ സ്വയം ഞങ്ങൾ കേസ് കൊടുക്കുകയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിവിടുന്ന് മാറ്റാനായിട്ട് അധികാരികൾ സമ്മതിക്കുന്നില്ല. എന്താ കാര്യം നമുക്കറിയില്ല. ഇതിന് നേരെ ഞങ്ങൾ ഒരു സമരപരിപാടികളായിട്ടൊക്കെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ഈ നടന്നു പോകുന്ന ഒരാൾക്ക് പോലും ഈ വഴിയെ കൂടെ നടന്നു പോകാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാനും സ്കൂളിൽ നിന്ന് വരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ വന്ന് വണ്ടി കയറുന്ന പലർക്കും ഈ കള്ളുഷാപ്പ് മൂലം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറയുകയും ബുദ്ധിമുട്ടിക്കുന്ന ഈ കള്ളുഷാപ്പ് ഇവിടുന്ന് മാറ്റി അധികാരികളോടുകൂടി നമ്മൾ ഇവിടുന്ന് മാറ്റാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് നമ്മുടെ ഒരു അംഗനവാടിയുണ്ട്. ഇവിടെ നമുക്ക് അതിനോടുകൂടി അടുത്തൊരു വെയിറ്റ് ഷെഡുണ്ട്. ആ വെയിറ്റ് ഷെഡിൽ വന്നിരുന്ന് ഇവരെല്ലാവരും കുടിച്ചിട്ട് തുണിയില്ലാതെ കിടക്കുകയും ആറ്റിലിറങ്ങി നിന്ന് കുളിക്കുകയും നഗ്നമായിട്ട് കുളിക്കുന്നതാണ്. അത് നമ്മൾ പ്രതികരിക്കുകയൊക്കെ ചെയ്താൽ അവർ അന്യസംസ്ഥാനക്കാരല്ലേ, അവർ കയറി പോകും എന്നുള്ളൊരു വാക്കാണ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഈ അംഗനവാടിയിലുള്ള ടീച്ചർമാരുൾപ്പെടെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കള്ളുഷാപ്പിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വീടാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. ഒരു ദിവസം 40, 50, 60 പേര് 3 വാനിലായിട്ടും വന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് വീടിൻ്റെ ആ രണ്ട് സൈഡിൽ നിന്ന് മൂത്രമൊഴിക്കുക. പിന്നെ നമുക്ക് സ്കൂൾ കുട്ടികളെ ഇന്ന് രാവിലെ വണ്ടി കയറ്റി വിടാൻ പറ്റത്തില്ല. മദ്യപിക്കുക, ഛർദ്ദിക്കുക, വീടിനകത്ത് വന്ന് ബാത്റൂം പോവുക, അങ്ങനെയുള്ള അവസ്ഥയും ബുദ്ധിമുട്ടും വലിയ കാര്യങ്ങളും ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം കള്ളുഷാപ്പ് പൂട്ടണമെന്ന് നമ്മൾ പറയുന്നില്ല. കള്ളുഷാപ്പ് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുക, അതാണ് പറയാനുള്ളത്. ഈ ഇടപ്പാളയം ആറുമുറുക്കട ഭാഗത്തുള്ള കള്ളുഷാപ്പിനെ കുറിച്ചുള്ള ഒരു പ്രതിഷേധം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് ഏകദേശം 8 മണി വരെ ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു കള്ളുഷാപ്പ് മൂലം ഇവിടെയുള്ള ജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെയെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് ഈ സൈച്ചാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഷാപ്പ് പൂട്ടണം എന്നൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് മാറ്റി ഇവിടെയുള്ള കുട്ടികളുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും സാധാരണക്കാരായ ആൾക്കാരുടെ അഭിമാനവും സഞ്ചാര സ്വാതന്ത്ര്യവും നമുക്ക് വീണ്ടെടുത്ത് തരണം എന്നുള്ള ഒരൊറ്റ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. കാരണം ഈ കള്ളുഷാപ്പ് അത് ശരിക്കും കള്ളുഷാപ്പ് എന്ന പേരാണ്. കാരണം ഒറിജിനൽ കള്ളൊന്നുമല്ല കൊടുക്കുന്നത്. എന്തൊക്കെയോ രാസലായനികൾ കലക്കി കള്ളെന്ന പേരിൽ കൊടുക്കുന്ന ഒരു സംവിധാനം. ഇവിടെ ഏറ്റവും കൂടുതൽ കുടിക്കാൻ വരുന്നത് തമിഴ്നാട്ടുകാരാണ്. അവർക്ക് ശരിക്കും ഇത് കള്ളാണോ അല്ലെങ്കിൽ അറിയത്തില്ല. അതുമൂലം അവർ ഇത് ശുദ്ധമായ കള്ളാണെന്ന് കരുതി ഇവിടെ വന്ന് കുടിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അത് നമുക്ക് പറഞ്ഞ് വിവരിക്കാൻ പറ്റുന്നതല്ല. ഇവർ വരുന്നു, കള്ളു കുടിക്കുന്നു, പുറത്തോട്ട് ഇറങ്ങുന്നു, മൂത്രമൊഴിക്കുന്നു, ഛർദ്ദിക്കുന്നു, മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നു, നഗ്നരായി കിടക്കുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങളാണ്. ഇതിനോട് ചേർന്ന് നമുക്കൊരു അംഗനവാടിയുണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്, ഒരു പെന്തിക്കോസ് പള്ളിയുണ്ട്. അപ്പം ഈ അംഗനവാടി എന്ന് മാത്രമല്ല, അതൊരു ഗ്രാമകേന്ദ്രം കൂടിയാണ്. ഇവിടെ പിന്നെ ഈ ടീനേജ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് മറ്റ് കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നൊരു സംവിധാനം അവിടെ ഉണ്ട്. ഈ ഭാഗത്തോട്ടൊന്നും നമുക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ അമ്മമാർക്ക് ഈ അംഗൻവാടിയിലോട്ട് വരാനോ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഈ കള്ളെന്ന് പറയുന്ന ഈ കൃത്രിമ ലായനി കുടിച്ചിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇവിടെയുള്ള സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഈ വെയിറ്റ് ഷെഡിൽ നിൽക്കാനോ ആ പരിസരത്ത് ഇറങ്ങി നിൽക്കാനോ വണ്ടി കയറാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികമുണ്ട്. അപ്പം ഇതെല്ലാം
ഈ ഭരണാധികാരികൾ ഇതെല്ലാം കണ്ട് എത്രയും പെട്ടെന്ന് ഈ ഷാപ്പ് ഇവിടുന്ന് മാറ്റി തരണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇടപ്പാളയം വാർഡിൽ പ്രവർത്തിക്കുന്ന കള്ളിഷാപ്പിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്തിൻ്റെ അടിയന്തരമായ അരിങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ 7-ാം വാർഡിൽ ഇങ്ങനൊരു കള്ളുഷാപ്പ് വരികയും അതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് പൊളിച്ചു മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കി അവിടെ 3-4 പേരുടെ പേരിൽ കേസുണ്ടായിരുന്നു. നിലവിൽ ആ കേസ് നിലവിൽ കിടക്കുവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പിന്നെയും അവർ ആ കള്ളുഷാപ്പ് അവിടെ തുടങ്ങുകയും അത് മുഖാന്തരം ആ 7-ാം വാർഡിലെ ജനങ്ങളെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകൾക്കും പോകാനും വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ നടപ്പിലാക്കുകയും ഈ തമിഴ്നാട്ടുകാർ വന്ന് അവിടെ വെള്ളമടിച്ചിട്ട് നൂൽവസ്ത്രം പോലും ഇല്ലാതെ റോഡിൽ കിടക്കുകയും ചെയ്യുന്ന കാരണത്താൽ അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത് നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് അവരുടെ പരാതികളെല്ലാം ഞാൻ കേട്ടു. ആ നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നൊരു ഉറപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തിങ്കളാഴ്ച 20-ാം തീയതി കളക്ടർ അച്ചൻകോയിൽ വരെയും കളക്ടർ നമ്മുടെ സ്ഥലം MLA അജയ് പ്രസാദ് സാർ അവിടെ ഉണ്ടായിരുന്നു. അജയ് പ്രസാദിൻ്റെയും അത്രയും ആൾക്കാരുടെയും സാന്നിധ്യത്തിൽ അത് നമ്മൾ കളക്ടറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർ അതിന് ഉചിതമായ തീരുമാനം എടുക്കാം എന്നാണ് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതിന് നല്ലൊരു ഉറപ്പ് മറുപടി നിങ്ങൾക്ക് തരാം എന്ന് കളക്ടർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം അവർ നടത്തുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് അത് എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കളക്ടറെ നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പരാതി എന്ന് പറയുമ്പം അംഗൻവാടിയുണ്ട്. അംഗൻവാടിയുടെ സ്കൂൾ പോയിട്ട് വരുന്ന കുട്ടികൾ വെയിറ്റിംഗ് സെറ്റിലാണ് വന്നിരിക്കുന്നത് ആട്ടോയിൽ പോകാനൊക്കെ. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോയിട്ട് വരുന്ന പ്രായപൂർത്തിയായ പിള്ളേർ അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഇവന്മാർ അവിടെ കാണിച്ചു കൂട്ടുന്നതൊന്നും പിള്ളേർ അതിലെ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ സ്ത്രീകൾ റേഷൻ കടയിൽ പോലും പോകുന്ന സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടായിട്ടാണ് അവിടെ ആ കട സ്ഥാപിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അത്രത്തോളം ആ പരിസരത്തോട്ട് അന്ന് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. അവിടോട്ട് പോയി നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് സ്മെല്ലാണ് അവിടെ അടിക്കുന്നത്. അവർ വേസ്റ്റുകളെല്ലാം കൊണ്ട് ആ പുറവശത്ത് കൊണ്ട് കളയുകയും അത് നമ്മൾ നേരിട്ട് ചെന്ന് കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആ കട നമ്മൾ പറഞ്ഞില്ല, അവരെവിടെയോ കൊണ്ട് കച്ചവടം ചെയ്തോട്ടെ. 7-ാം വാർഡിൽ നിന്ന് ആരിങ്ങ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ആൾ താമസിക്കാത്ത മൂലയ്ക്ക് കൊണ്ട് അവർ സ്ഥാപിച്ചോട്ടെ, നമുക്കൊരു വിഷയമില്ല. പക്ഷേ അത് 7-ാം വാർഡിൽ സ്ഥാപിക്കാൻ പറ്റത്തില്ല. അതിന് എന്ത് നിയമ നടപടി നമ്മളെല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ രീതിയിൽ അത് നിയമവശം എടുത്തുകൊണ്ട് അവർ നടപ്പിലാക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ എക്സൈസുകാരാണ് അതിന് ലൈസൻസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്തിന് അതിൻ്റെ അകത്ത് ഒരു റോളുമില്ല. നമ്മൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കും. ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ജനങ്ങളുടെ ഒപ്പം നിന്ന് ആ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യും.